ഹായ് ഗായ്സ്, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? വിത്ത് അഫോർഡബിൾ പ്രൊഡക്ട്സ്. നമ്മൾ മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്, മേക്കപ്പ് ഒന്നും അറിയില്ല, അങ്ങനെയുള്ളവർക്കുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് പറയുന്നത് കേട്ടോ. ഞാനിവിടെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ജെല്ലാണ് എടുക്കുന്നത്. എനിക്ക് എൻ്റെ ഫേസിന് സ്യൂട്ടായിട്ടുള്ള അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ്. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നവർ, മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ മോയ്സ്ചറൈസർ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതാ ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഐബ്രോ കിറ്റായിരുന്നു. അത് അടിപൊളി ഒരു കിറ്റായിരുന്നു. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സാധനമായിരുന്നു വെറ്റ് ആൻഡ് വൈൽഡ്. അതും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതും നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് എനിക്ക് ഉള്ളൊരു ഓപ്ഷൻ ഈ ഒരു ഐബ്രോ കിറ്റാണ്. ഇതും അടിപൊളിയാണ്, അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഐബ്രോ കിറ്റാണ്. നമുക്ക് കുറച്ച് കാലം അധികകാലം യൂസ് ചെയ്യാം. അതിനുശേഷം ഞാനിത് ഈ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് എൻ്റെ സ്കിന്നിന് പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചാണ്. അപ്പോൾ ഈ ബ്രൗൺ സ്കിന്ന്, അതായത് എൻ്റെ സ്കിൻ ടോണൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലൊരു കൺസീലറാണ്. അതുപോലെ ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു കൺസീലറാണ് കേട്ടോ. അത് എൻ്റെ ഫേസിൽ കുരു വന്നിട്ടുള്ള കുറച്ച് പാടുകളുണ്ട്, അപ്പോൾ അവിടെയും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ്. എല്ലാവർക്കും ഒരുവിധം അറിയാം, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാനിതിന് ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല, കൈ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കൈ വെച്ച് തന്നെ നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്ന നല്ലൊരു ഡെയിലി ബേസിസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണിത്. എൻ്റെ കയ്യിലുള്ള ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഐ ഷാഡോയും അതുപോലെ ബ്ലഷൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഐ ഷാഡോ, ബ്ലഷ് എൻ്റെ മൂക്കിൻ്റെ അവിടെയും അതുപോലെ കവിളിലും ഒക്കെ ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഷെയ്ഡാണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമുക്കിതൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് ഈ ഒരു ലൂസ് പൗഡറാണ് ഞാനിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. വൈറ്റ് ടോണിൻ്റെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറുള്ളൊരു പൗഡറാണ്. ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ണെഴുതാം. ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഐലൈനർ വെച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇതും നല്ലൊരു ഐലൈനറാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ലിപ്പിലിട്ടിരിക്കുന്ന ലിപ് ബാം ഒന്ന് തുടച്ച് കളയാം. എന്നാണ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ കുറച്ച് നേരം ലാസ്റ്റ് ചെയ്ത് നിൽക്കുള്ളൂ. നമ്മൾ ഈ മേക്കപ്പ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റിൽ നമ്മൾ ഈ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നോ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ലിപ് ബാം ഇട്ട് നമ്മൾ തുടച്ച് കളഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്. ഞാൻ ആ ലിപ്സ്റ്റിക്ക് പുറത്ത് ഒന്ന്, അതായത് ചുണ്ടിൻ്റെ ഉള്ളിലാവാതെ ഞാൻ പുറത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതാ ചുണ്ടിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടും രണ്ടും കൂടിയിട്ട്. കണ്ടോ, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്കൊരു പൊട്ടുകൂടി ഇടാം. പൊട്ടുകൂടി ഇട്ടാൽ ആ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആവും. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ടോ, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ്, നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേണേ. താങ്ക്